ഹായ് എല്ലാവർക്കും നമസ്കാരം. വണ്ടർ സ്ക്രിപ്റ്റ് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൻ്റെ മോളെ കാണിക്കുന്നത്. ആക്ച്വലി നമ്മളിന്ന് എവിടെയാണ് പോകുന്നത് കണ്ടാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും. എന്താണ് ഈ മോളെയും കുട്ടി പോകുന്നതെന്ന്. അത് വളരെ സർപ്രൈസായ സസ്പെൻസ് ഉള്ളൊരു കാര്യമാണ്. കണ്ടോ, ഞാൻ ഇന്ന് വൈകുന്നേരം ജിമ്മിന് പോകുമ്പോൾ എപ്പോഴും ആലോചിക്കുന്നതാണ് മോളെയും കൂടി കൂട്ടിയാലോ എന്നുള്ളത്. കാരണം ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ജിമ്മിൽ പോകുമ്പോൾ അവളെയും കൂടി കൂട്ടാൻ തീരുമാനിച്ചു. എൻ്റെ ഫ്രണ്ടാണ് ട്രെയിനർ, അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ കൂട്ടുന്നതിന് ബുദ്ധിമുട്ടില്ല. മാത്രമല്ല, അവളെ ലിഫ്റ്റ് ചെയ്യുന്ന അധികം വെയിറ്റ് ഒന്നും എടുക്കാതെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇന്ന് അവളെ പുള്ളപ്പ് ചെയ്തു, പുഷപ്പ് ചെയ്തു, ട്രെഡ്മില്ല് ചെയ്തു, അങ്ങനെ ഒരുപാട് എക്സസൈസ് ചെയ്തു. എനിക്ക് തോന്നുന്നു അവൾക്ക് കുറച്ചും കൂടി ഇഷ്ടമായി. ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ്, പക്ഷേ ഇന്നാണ് ഞാൻ വീഡിയോ എടുക്കാതെ വിചാരിച്ചത്. അപ്പോൾ എനിക്ക് എൻ്റെ വീഡിയോ കാണുന്ന, എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ മക്കൾ ഇന്ന് മൊബൈൽ ഫോണിൽ വളരെ അഡിക്റ്റഡ് ആണ്. ഒരുപാട് പേര് മൊബൈൽ ഫോൺ വിഷ്വൽസ് കാണുന്നതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മാക്സിമം കുട്ടികളെ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യിപ്പിക്കുക. ജിമ്മ് തന്നെ വരണമെന്ന് ഞാൻ പറയുന്നത്, എനിക്കറിയാം എല്ലാവർക്കും ജിമ്മിന് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടാകും. ജിമ്മ് തന്നെ വരണമെന്ന് ഇല്ല, പക്ഷേ അല്ലാതെ തന്നെയുള്ള ആക്ടിവിറ്റികൾ ഒരുപാട് നമുക്ക് അവൈലബിൾ ആണ്. അതോടെ മൊബൈൽ ഫോണിൽ നിന്നും ടി വിയിൽ നിന്ന് കുട്ടികളെ മാറ്റി നിർത്താൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഉള്ളത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഇതുപോലുള്ള കേന്ദ്രങ്ങളിൽ കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കണ്ണൂരായി എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ കൊണ്ടുവന്നത്. മാത്രമല്ല, ഈ കഴിഞ്ഞ 2 മാസത്തെ ഇടവേളയിൽ ഞാൻ അവിടെ സ്വിമ്മിങ് പഠിപ്പിച്ചു. സ്വിമ്മിങ് കുഴപ്പമില്ലാതെ ഇപ്പോൾ അവിടെ നീന്തുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എൻ്റെ ഫ്രണ്ടാണ് അവിടുത്തെ ട്രെയിനർ, അതുകൊണ്ട് തന്നെ പുള്ളി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം എന്താ വെച്ചാൽ, അവൾ പക്ക ഒരു കാര്യത്തോടും മടി കാണിക്കാതെയാണ് എല്ലാ കാര്യവും ചെയ്തതെന്ന് എനിക്ക് വളരെ സന്തോഷമായി. ട്രെഡ്മില്ലൊക്കെ കയറുക എന്നുള്ളത് ആദ്യമായിട്ടാണ് അവൾ കയറുന്നത്. ആദ്യത്തെ ഒരു ദിവസം വളരെ ബുദ്ധിമുട്ടായിരുന്നു. ട്രെഡ്മില്ല് അവൾക്ക് വാക്ക് ചെയ്യാനൊക്കെ വളരെ പാടായിരുന്നു. പിന്നീട് അവൾ ഓക്കെ ആയി. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവൾ വളരെ ഹാപ്പി ആയിട്ട് ട്രെഡ്മില്ല് യൂസ് ചെയ്തു. അധിക സമയമൊന്നുമില്ല, ഞാനൊരു 1.5 ഹവറാണ് പൊതുവേ വർക്കൗട്ട് ചെയ്യാറ്. അവൾ എനിക്ക് തോന്നുന്നു 1 മണിക്കൂറിനുള്ളിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾ കാണണമെങ്കിൽ തീർച്ചയായും എൻ്റെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.